ഇപ്പോൾ സ്ഥിരമായി എനിക്ക് വരുന്ന എല്ലാ ട്രെയിനിങ് റിക്വയർമെൻറ്റ്സുകളും സ്കൂളുകളിൽ നിന്നൊക്കെ വരുന്നത് പരീക്ഷാ പേടി എങ്ങനെ മാറ്റാം, പഠിക്കാനുള്ള ടിപ്സ് എന്താണ്, സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം. പരീക്ഷ അടുക്കാറായി. ഇപ്പോൾ +2 പരീക്ഷ തുടങ്ങാൻ ഇനിയിപ്പോൾ 5-6 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും ഇന്നും ഒരു സ്കൂളിൽ ഞാൻ സംസാരിക്കാൻ പോയിരുന്നു. അപ്പോൾ പൊതുവേ ഞാനപ്പോൾ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ പരീക്ഷാ പേടി? അപ്പോൾ പിള്ളേരെല്ലാം ഒറ്റ ഉത്തരത്തിൽ പറഞ്ഞു, പഠിക്കാത്തതുകൊണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ പരീക്ഷാ പേടിയെന്ന് പറയുന്നത് പഠിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന രക്ഷകർത്താക്കൾ തീർച്ചയായിട്ടും മക്കളെ കേൾപ്പിക്കണം. കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ കേൾപ്പിക്കണം. കാരണം ഇന്ന് ഞാൻ എടുത്ത ഒരു സെഷൻ കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളാണ് ഇവിടെയും പറയാൻ പോകുന്നത്. ഇപ്പോൾ ആരോട് ചോദിച്ചാലും പരീക്ഷാ പേടി എങ്ങനെ മാറ്റാം, പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു കാര്യം നന്നായിട്ട് പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്ഡ് ആവും. ഇനി ചില കുട്ടികൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താലും അവർ സ്ട്രെസ്സാവും. അത് പലപ്പോഴും പോസിറ്റീവായിട്ടാണ് ഭവിക്കുക. കാര്യം നന്നായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് 4 തരം കുട്ടികളുണ്ട്. നല്ല പഠിപ്പിസ്റ്റുകളുണ്ട്, നന്നായിട്ട് പഠിക്കും. അവർ പിള്ളേരെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് അങ്ങനെ അധികം പഠിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറയുമെങ്കിൽ അവർ ഏകദേശം എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കും. അങ്ങനത്തെ ഒരു വിഭാഗം കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഓക്കെയാണ്. ഇനിയൊരു വിഭാഗമുണ്ട്, നന്നായിട്ട് പഠിക്കും പക്ഷെ ഭയങ്കര പേടിയാണ്. അത് ഉറക്കം വരത്തില്ല, കൈ വിറയ്ക്കും, കയ്യിൽ കൂടെ എപ്പോഴും വിയർക്കും, അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ്. അപ്പോൾ അതും ഈ പരീക്ഷ കഴിയുമ്പോൾ മാറും. ഇതൊന്നും വലിയ വിഷയങ്ങളൊന്നുമല്ല. പഠിച്ച കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു വെപ്രാളാണിത്. ഇനി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു 70-80% കുട്ടികൾക്കും ഇരുന്നങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കുറച്ചുകൂടി കമ്പാഷനേറ്റ് ആയിട്ട് എമ്പതറ്റിക് ആയിട്ട് അവരെ കാണേണ്ടതുണ്ട്. കാര്യം നമ്മളൊക്കെ ഈ കാലം കഴിഞ്ഞ് വന്നവരല്ലേ. നമുക്ക് തന്നെ പഠിക്കാനിരിക്കാനൊക്കെ എന്ത് മടിയായിരുന്നു പണ്ട്. അപ്പോൾ അതേ അവസ്ഥ ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. നമുക്കന്ന് ഉണ്ടായിരുന്ന അത്രയും ഡിസ്ട്രാക്ഷൻ ഇന്നത്തെ കുട്ടികൾക്കില്ല. അന്ന് നമുക്ക് ഇത്രയും ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നില്ല. അവർക്കിന്ന് ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഉണ്ട്. പിന്നെ അന്ന് പഠിച്ചേ പറ്റുമെന്നൊക്കെ ഉള്ളൊരു വലിയ അത്യാവശ്യം ഉണ്ടായിരുന്നു. പല ജീവിത സാഹചര്യങ്ങളും ഇന്നത്തെ പോലെ ആയിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ ഒരേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താ, അവർക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പാരൻസൊക്കെ കുറച്ച് സയൻറ്റിഫിക്കായിട്ട് സമീപിക്കുന്നത് കൊണ്ട് പഴയതുപോലത്തെ അടിയും ഇല്ലേ വഴക്ക് പറച്ചിലും ഒക്കെ കുറവാണെന്ന് പാരൻറ്റിങ്ങിനകത്ത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ചൊക്കെ തന്നെ അവരിങ്ങോട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഉള്ള ശക്തിയും കൂടുതലാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ ഒരു ജനവിഭാഗം മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ ഭയന്നിരുന്നെങ്കിൽ, അധ്യാപകരൊക്കെ ഭയന്നിരുന്നെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് ആ ഭയമൊക്കെ വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇങ്ങനെയുള്ള പഠിക്കണമെന്ന് ആഗ്രഹിച്ചാലും ഒന്ന് ഇരിക്കാനുള്ള ഒരു ഏകാഗ്രത കിട്ടാത്ത ഒരു വിഭാഗം കുട്ടികളുണ്ട്. പിന്നെ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം കുട്ടികളുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് നമുക്ക് നിർഭാഗ്യകരമാണ്. അപ്പോൾ തീരെ ഉത്തരവാദിത്വ ബോധമില്ലാത്ത അഹങ്കാരികളായിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്. പിന്നെ കുറച്ച് പാവപ്പെട്ട പിള്ളേരുണ്ട്, എത്ര പഠിച്ചാലും അങ്ങോട്ട് മനസ്സിലാകത്തില്ല, അങ്ങനെയുള്ളതുമുണ്ട്. അപ്പം ഇതൊക്കെ ഈ ലോകത്ത് നിന്ന് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ ഒരു കഴിവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അപ്പുറത്തെ വേറൊരു കുട്ടിയുമായിട്ട് താരതമ്യം ചെയ്യാതെ അതിൻ്റെ കഴിവിനനുസരിച്ച് പഠിക്കാനുള്ള ഒരു പ്രോത്സാഹനവും ഒരു മാനസിക ബലവുമാണ് പാരൻസിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചാൽ അപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് എനിക്കും പറയാനുള്ളൂ, ഇനിയുള്ള ദിവസത്തെ നമ്മൾ ഒന്ന് കാണണം. ഓരോ വിഷയവും പഠിക്കാൻ എത്ര ദിവസം കിട്ടുമെന്ന് നമ്മളൊന്ന് കണക്കാക്കണം. എന്നിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ലെസൺ പ്ലാൻ ഉണ്ടാക്കണം. അതാണ് ഏറ്റവും പ്രധാനം. പഠിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കണം. പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കണം. ഞാൻ എന്നും ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞതാണ്, അധ്യാപകരോട് ഇനിയെങ്കിലും പോയി ചോദിക്കണം, പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിക്കണം. അതാണ് ഏക മാർഗം. ഒരൊറ്റ കാര്യം മാത്രം പഠിക്കുന്ന കുട്ടികൾ ഓർക്കേണ്ടതുണ്ട്. മാർക്കിൻ്റെ ഒരു വലിയ ആരാധകനല്ല ഞാൻ, എങ്കിൽ പോലും മാർക്കിന് വലിയ പ്രാധാന്യം ഉണ്ട്. കാരണം ഞാൻ തന്നെ നാളെ ഒരു ഇൻ്റർവ്യൂ ബോർഡിലിരുന്നാൽ, നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ആദ്യം ചോദിക്കുന്നത് 10ാം ക്ലാസ്സിൽ എത്ര ശതമാനം മാർക്ക് കിട്ടി, +2 എത്ര ശതമാനം മാർക്ക് കിട്ടി, ഗ്രാജുവേഷന് എത്ര ശതമാനം മാർക്ക് കിട്ടി. എന്തിനായി ചോദിക്കുന്നത്? അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഗ്രാജുവേഷനും വളരെ നല്ല മാർക്ക് കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു 90% കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ആ കുട്ടിക്ക്
നല്ല ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇൻഡിക്കേഷനായിട്ടാണ് ഈ മാർക്കിനെ കാണുന്നത് പൊതുവേ. അതുകൊണ്ട് തന്നെ മാർക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് 142 കോടി ജനങ്ങളിൽ 50% 25 വയസ്സിന് താഴെയുള്ള കുട്ടികളാകുമ്പോൾ ഏകദേശം 71 കോടിയോളം ജനറേഷൻ, ആൽഫ ജനറേഷനിലുള്ള കുട്ടികളാണ് ഉള്ളത്, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികൾ. അപ്പോൾ ജെൻസിയും ആൽഫയും കൂടി ചേർന്നാണ് 25 വയസ്സിന് താഴെയുള്ള പോപ്പുലേഷനാണ് 50%-ലധികവും എന്നുള്ളത് ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ നല്ല റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റികളിലും ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് വെച്ചാൽ വലിയ പാടാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബാലികേറ മലയാണ്. നമ്മൾ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതേണ്ടതുണ്ട്, എൻട്രൻസുകൾ പാസ്സാകേണ്ടതുണ്ട്, മാർക്ക്. അപ്പോൾ അവിടെയാണ് മാർക്ക് ഏറ്റവും വലിയ അനിവാര്യമായിട്ട് വരുന്നത്. പല കോളേജുകളും അഡ്മിഷൻ കൊടുക്കുന്നത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, പിന്നെ എൻട്രൻസ് പരീക്ഷയുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകേണ്ടതാണ്. ഞാൻ പറയണത്, നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പോലും നിലവാരമില്ലാത്ത കോളേജിൽ പഠിക്കാൻ പോയാൽ നമ്മുടെ അവസ്ഥ എന്താവും? ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അയാളുടെ ജീവിത വിജയം എന്നൊക്കെ പറയുന്നത് അയാൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കും കൂടി അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും തന്നെ പഠിക്കുന്ന സ്കൂളിൻ്റെ നിലവാരം ഇല്ലാത്ത കോളേജിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിത നിലവാരം താഴോട്ടാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബോധമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു പുതിയൊരു അഡ്മിഷൻ കിട്ടാൻ മാർക്ക് വേണം. നാളെ ഒരു ജോലിക്ക് പോകുമ്പം പോലും നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് വളരെയധികം കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ആ ജോലി തരാൻ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കും സന്തോഷമാവും. അവർ നമ്മളെ ഒന്നുകിൽ ബുദ്ധിയുള്ളവരായി കണക്കാക്കും, അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരായി കണക്കാക്കും. അതാണ് ഈ മാർക്കിൻ്റെ ഒരു മാനദണ്ഡം പലയിടത്തും അത്യാവശ്യമായി വരുന്നത്. അപ്പോൾ അത് ഈ പ്ലാനിങ്ങും പ്രയോറിറ്റിയുമാണ്. പിന്നെ ഒരു കാര്യം പഠിക്കുന്നതിന് മുമ്പ് നമ്മളൊരു WH ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നല്ലതായിരിക്കും. അത് പലപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് പഠനം നന്നാവാത്തത്. നമ്മൾ അങ്ങ് എന്തെങ്കിലും വെറുതെ ഇരുന്ന് യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ വായിക്കാൻ പാടില്ല. എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഒരു സമയം ഫിക്സ് ചെയ്യണം. കാര്യം ഫിയർ ഓഫ് ഡെഡ് ലൈൻ എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സെൻസ് ഓഫ് അർജൻസി ഉണ്ടാവൂ. ഇപ്പോൾ സെൻസ് ഓഫ് അർജൻസിയും ഫിയർ ഓഫ് ഡെഡ് ലൈനും എന്ത് കാര്യവും ചെയ്യാൻ, അത് പഠനം മാത്രമല്ല, ഇപ്പോൾ ജോലി ചെയ്യുന്നവരായാലും ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു സമയം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. സമയം സെറ്റ് ചെയ്തതിന് ശേഷം ഇത്ര സമയം കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിച്ചു തീർക്കും എന്ന ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന ബാക്കിയുള്ള ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള മൊബൈൽ ഫോൺ, ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റിയിട്ട് ആ പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോൾ ഈ ഒരു സമയം, ഇനിയുള്ള ഒരു മാസം നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവിക്കൊരു വലിയ മുതൽക്കൂട്ടാകും. അത് മാത്രമല്ല, ഈ ഫോൺ അഡിക്ഷനൊക്കെ ഒന്ന് കുറയ്ക്കാനും ഏറ്റവും നല്ല സമയമാണിത്. ഈ സമയത്തെങ്കിലും സ്ക്രീൻ ടൈം പരമാവധി കുറയ്ക്കുക, നന്നായിട്ട് ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, കുറച്ച് പുറത്തൊക്കെ ഇറങ്ങുക, നടക്കുക, വെപ്രാളം കുറയ്ക്കുക. കാര്യം എന്ന് വെച്ചാൽ മാനസിക സമ്മർദ്ദം അനാവശ്യമായി കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ പഠിക്കാനുള്ള ഒരു കഴിവും കുറയും. നമ്മൾ അനാവശ്യമായി ഒരുപാട് ഭയത്തിനെ പറ്റി, പരീക്ഷാ ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്, നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ വരെ ചെയ്ത് കൂട്ടിയതാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുപാടൊന്നും പരീക്ഷ എന്താകുമെന്ന് പേടിക്കാതെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ പഠിച്ചു തീർക്കുന്നതിൽ മാത്രം നിങ്ങൾ ഉത്സാഹം കാണിക്കൂ. പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ എന്തുമാത്രം പഠിച്ചു തീർക്കുന്നു എന്നതിൽ മാത്രം നമ്മൾ ഉത്സാഹം കാണിക്കൂ. പരീക്ഷ നന്നായിരിക്കും. അല്ലാതെ ഇനി ഒരുപാട് പഠിക്കാനുണ്ടെന്ന വെപ്രാളം നമ്മുടെ ഉള്ളിൽ കയറ്റിയിട്ട് ഒന്നും പഠിക്കാതിരിക്കുന്നൊരവസ്ഥ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് നമ്മുടെ പരീക്ഷ മോശമാകത്തേ ഉള്ളൂ. പക്ഷേ ഇത്രയും സബ്ജക്റ്റുകൾ പ്രധാനമായിട്ട് പഠിക്കാനുണ്ട്, അവയിൽ എനിക്ക് ഇത്രയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ you concentrate only on the lessons, don't think about the examination. That is a very very important thing. പിന്നെ പരീക്ഷ എഴുതുന്ന സമയത്തെ ടൈം മാനേജ്മെൻറ്റ്, പലപ്പോഴും കണക്കൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് പറ്റുന്നത് ഓവർ തിങ്കിങ് ആവുമ്പോൾ നമ്മുടെ ഉത്തരം തെറ്റാൻ സാധ്യതയുണ്ട്. മിക്കവാറും നമ്മുടെ ആദ്യം മനസ്സിൽ വരുന്നൊരു ഉത്തരം തന്നെയായിരിക്കും ശരി. ഒരുപാട് ചിന്തിക്കാതെ
വേഗം വേഗം ചെയ്ത് തീർക്കലാണ് ഈ ടൈം മാനേജ്മെൻറ്റ് എല്ലായിടത്തും പ്രധാനമാണ്. പരീക്ഷ എഴുതുന്ന സമയത്ത് പല കുട്ടികളും ഈ ടൈം മാനേജ്മെൻറ്റിനകത്ത് പ്രശ്നം ഉണ്ടാക്കും. എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിലും അവർ ഒരു 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 പർട്ടിക്കുലർ ക്വസ്റ്റ്യന് അതിന് എത്ര മാർക്കുണ്ട്, ആ മാർക്കിന് നമ്മൾ എന്തുമാത്രം സമയം വിനിയോഗിക്കണമെന്നൊരു ബോധമില്ലാതെ നമ്മൾ കാട് കയറി എഴുതാൻ നിൽക്കാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സമയത്തെ വളരെ കൃത്യമായി ഡിവൈഡ് ചെയ്ത് അങ്ങനെ വിനിയോഗിക്കാൻ പറ്റണം. എല്ലാം പഠിച്ചിട്ടുള്ള കുട്ടികളിൻ്റെ മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ടൈം മാനേജ്മെൻറ്റ് പഠിക്കണം. ഒന്നും പഠിക്കാത്ത കുട്ടികൾ കഴിവിൻ്റെ പരമാവധി ചോദിക്കാൻ സാധ്യതയുള്ള, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഉത്തരങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കൂ. അല്ലാതെ പരീക്ഷയെക്കുറിച്ചോ അതിൻ്റെ ടെക്നിക്കിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. കാര്യം നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, മനസ്സിലായി. അപ്പോൾ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കൂ. അപ്പോൾ അതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയാലും പരീക്ഷയ്ക്ക് പോയാലും യു ക്യാൻ ഡു 2 things. യു ക്യാൻ ബി പാനിക് ഓർ യു ക്യാൻ പെർഫോം. സോ ചൂസ് പെർഫോമൻസ്. നമുക്കിനിയുള്ള ദിവസം നമ്മൾ എന്തുമാത്രം ആത്മാർത്ഥമായി ശ്രമിക്കുന്നു, എന്തുമാത്രം നന്നായി എഴുതുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം. അല്ലാതെ ഇനിയുള്ള ദിവസം നമുക്ക് പഴയ ദിവസങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല, പുതിയതായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി കയ്യിലുള്ള ദിവസത്തെ വളരെ ആത്മാർത്ഥമായി വിനിയോഗിക്കൂ. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. ഈ സ്ട്രെസ്സ്, പരീക്ഷാ പേടി എന്നൊക്കെ പറയുന്നത് പ്രിപ്പറേഷൻ കുറവായതുകൊണ്ടാണ്. പ്രിപ്പറേഷൻ കൂടുന്നതിനനുസരിച്ച് പരീക്ഷാ ഭയവും മാറും, സ്ട്രെസ്സും കുറയും. Thank you so much for watching me. We'll see you again with another video. Praveen Kamalemma now signing off.